പാടായിപ്പോയി. ഇത് മുറിച്ച് കെട്ടാൻ പണിയുണ്ട്. ഇതെല്ലാം മുറിച്ച് കളയണം. കളഞ്ഞിട്ട് അടിയിൽ കെട്ടാൻ വേണ്ടിയിട്ടാണ്. ഉണ്ടല്ലേ? ഇതേപോലെ കാണുന്നില്ലേ? ഇതുപോലെ പോവച്ചിട്ട് ഇതിങ്ങനെ മുറിച്ചിട്ട് ഇതിങ്ങനെ കെട്ടണം. അതാണ് വേണ്ടത്. ഇതിപ്പം കിട്ടിയാൽ മാത്രമേ നമുക്ക് തേനുണ്ടാവുള്ളൂ. തേനുണ്ടാണെങ്കിൽ പുതിയ അട അപ്പുറത്തേക്ക് മാറ്റി കെട്ടണം. എന്നാൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പം തേച്ചും പോയില്ല. പോണ്ടിക്കൽ ഒരുപാട് ഈച്ചയായിപ്പോയി. അത് രാവിലെ അവർ എല്ലാം ഈ തീറ്റൊക്കെ പോയ സമയത്ത് നമ്മൾ എടുക്കണേ. ഒരു 10 മണി കഴിയുമ്പം ചെയ്യേണ്ടതാണ്. എന്നാലേ ശരിയാവുള്ളൂ. ആണ്ടാ, ഇത് അപ്പുറം കൂടുമ്പോൾ ഇപ്പുറം കൂടിയെന്ന്, ഇപ്പുറം കൂടുമ്പോൾ അപ്പുറം കൂടിയത് എല്ലാം കൂടിപ്പോയി. ഒട്ടാ കൂടിമേനിയായിപ്പോയി. എന്താ ഇതിങ്ങനെ കളഞ്ഞിട്ട് വേണം ഇതെടുത്തിട്ട് ആക്കണ്ടേ. കണ്ടില്ലേ? ഇപ്പുറത്തെ വരുമ്പോൾ അപ്പുറത്തേ പോവും, അപ്പുറത്തെ വരുമ്പോൾ ഇപ്പുറത്തേ പോവും. ഉച്ചകളെല്ലാം അങ്ങനെയാണ്. കണ്ടാ, ഇപ്പുറം വരുമ്പോൾ അപ്പുറം പോവും. ഇതിങ്ങനെ പുകയിലടിച്ചിട്ട് വേണം. ഈ കുത്തുകയും ചെയ്യും. കുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ന് തന്നെ കുത്തി പാറി വരുന്നതാണില്ലേ? പിന്നെ പാറിപ്പോവുകയും. കണ്ടാ, ഇതിനിയിപ്പം ഇതെല്ലാം മുറിച്ച് കളഞ്ഞിട്ട് ഇതെനിയിപ്പോൾ ഇതേപോലെ മുറിച്ച് കളയണം. കണ്ടാ, ഇത് കണ്ടാ, ഇതിങ്ങനെ മുറിച്ച് കളയണം. കണ്ടാ, ഇതെല്ലാം വൃത്തികേടായിപ്പോയി. ഇതെല്ലാം തേച്ച് മുറിച്ച് കളയണം. ഇതേപോലെ ഇത് എടുത്ത് വെച്ചിട്ട് ഇതിപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ അകത്ത് മുറിച്ചും കൊടുക്കുക. ഇതിപ്പോൾ ഈ തേൻ്റെ ഈ പൊതിക്കേ കൂടി ഇങ്ങനെ മുറിച്ചും കൊടുക്കും. കണ്ടാ, ഇത് കണ്ടില്ലേ? ഇതേപോലെ മുറിച്ചിട്ട് ഇങ്ങോട്ട് നമ്മൾ എടുക്കും. ഇതിൻ്റെ അടിയിൽ തേൻ കെട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ അടിയിൽ തേൻ കെട്ടിയിട്ടുണ്ട്. കണ്ടാ, ഇതങ്ങ് വെക്കും. ഇതാണ് അവിടെ വെക്കുക. ഇതാണിപ്പം ഇതിനകത്ത് നമ്മൾ അട കെട്ടേണ്ടത്. ഉണ്ടല്ലേ? ഇതവിടെ വീട് പോയി. ഇതൊന്നും കൂടി എടുക്കട്ടെ. ഇതിപ്പോൾ ഇത് വൃത്തിയാക്കിയില്ലെങ്കിൽ വിഷമാണ്. ഇതെല്ലാം കൂടി ഒന്നരപ്പാടെ കയറിപ്പോവും. കണ്ടാ, ഇതാണെങ്കിൽ കാണുന്നില്ലേ? അതെല്ലാം ഇങ്ങനെ എടുത്ത് കളയണം. ഇതാ, ഇതാണ്. ഇപ്പം ഇങ്ങനെ എടുത്തിട്ട് വേണം നമ്മളിത് മേലെല്ലാം പൊതിച്ച് കെട്ടണ്ടിക്കില്ല. കാണുന്നില്ലേ? അതേപോലെ ഇപ്പോൾ ഇതെടുക്കണം. എന്താ, ഇതുപോലെ എടുക്കണം. ഇത് വേണം പഞ്ചസാര കൊടുത്തിട്ട് വേണം ഇനി ഇവർ നിറച്ച് കെട്ടണ്ടിക്കില്ല. വേഗം കെട്ടു. ഇതിൽ ആണിൻ്റെ ഈച്ചയാണ് ഒരുപാട്. ആണിൻ്റെ ഈച്ചയാകുമ്പോൾ തേനുണ്ടാവില്ല. എന്താണെന്ന് പറയുക, അവർക്ക് മടിയാ. ആണിൻ്റെ അവർക്ക് ഭയങ്കര മടിയാ ഈ തീറ്റ കൊണ്ടുവരാൻ പോകാൻ. ഇവർ കൊണ്ടത്തത് എടുത്ത് കുടിക്കേ ഉള്ളൂ. അതുകൊണ്ട് ആണീച്ചയാകുമ്പം നമുക്ക് തേൻ കിട്ടൽ കുറയും. ഉണ്ടല്ലേ? ഇതാ, ഇതേപോലെ മുറിച്ചിട്ട് വേണം കെട്ടാൻ. ഉണ്ടല്ലോ? ഇത് കണ്ട, ഇതുപോലെ നമ്മളിങ്ങനെ എടുത്ത് കഷ്ടപ്പെട്ട് വേണം. ഇതിന് ഭയങ്കര പാട് സമയം വേണം. ഇതാ മലയായിട്ട്. ഇപ്പുറം വരുമ്പോഴേക്ക് അപ്പുറത്ത് വരുമ്പോഴേക്ക് ഇപ്പുറം. കാണില്ലേ?
ഇതേവരെ മുറിച്ച് കെട്ടിയിട്ടൊന്നുമില്ല, അതാ പറ്റി. ഇതിന് കുറച്ച് മുമ്പേ മുറിച്ച് കെട്ടണേ, മുറിക്കണേ, നല്ല വൃത്തിയാക്കണേ, എന്നാൽ നല്ല ഏരുണ്ടാവുമേ. ഇതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. കണ്ടാ കണ്ടാ ഇതേ ചെയ്തിങ്ങനെ വേണ്ട കൊഴഞ്ഞ് കൂട്ടി കിടക്കുകയും ഉണ്ടല്ലേ. എനിക്കിങ്ങനെ നോക്കട്ടെ, അതിനകത്ത് ഉണ്ട് പാട്. പിന്നെ ആരോടൊന്നും ഒരു ദിവസം തരാൻ പറയാം. ഉടുമ കുത്തുക. കുത്തി കൊല്ലുന്നു വൈകുന്നേരമായിട്ടോ. ഭയങ്കര കുത്തലുന്നാണ്, കുത്തി കൊന്നു കിട്ടും. കൊന്നു കിട്ടിട്ടുണ്ടോ വൈകുന്നേരമായപ്പോഴത്തേക്കും ഭയങ്കര. ഇവിടുന്ന് ഒരാൾ വിളിക്കണം എനിക്ക്. ഇത് കണ്ടല്ലോ, ഇത് ഞാൻ കുറച്ച് കഴിഞ്ഞ് കാണിച്ചു തരാം. ഇത് കണ്ടല്ലോ, ഇതേപോലെ മുറിച്ചിട്ട് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ മുറിച്ചിട്ട് കളയണം. കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് വേണം കെട്ടാൻ. ഒന്നും കൂടി ഉണ്ട് അവിടെ ഇട്ട് വെച്ചിട്ട് അത് ഈച്ചയായിട്ട് കടക്കാൻ കഴിഞ്ഞില്ല. ഇല്ല, ഇതെല്ലാം തേച്ചു ആണി ഈച്ചയാണ്, ആണിൻ്റെ ഈച്ചയാണ്. ഇതെല്ലാം ഇപ്പോൾ കളയണം, ഇങ്ങനെ മുറിച്ച് കളയണം. ഇതെല്ലാം ഇങ്ങനെ ചെത്തിക്കളയണം. ഈ പൂശുവിനെല്ലാം ചെത്തിക്കളഞ്ഞിട്ട് വേണം. വേണ്ടില്ലേ, ഇതെല്ലാം ഈ പൂശുവാണ്. ഇതെല്ലാം കളഞ്ഞാലേ ഇതിൽ വെച്ചുകൂടും. ഇതെല്ലാം ഇനിയിപ്പോൾ അത് അവർ കളഞ്ഞ് വൃത്തിയാക്കും. ഇപ്പം ഇതേപോലെ വെച്ചിട്ട് ഉണ്ടല്ലേ, എന്നിട്ട് ഇതേപോലെ എന്നാൽ കുത്തിക്കൊല്ലാനാക്കിയിട്ട് ഈ പഞ്ചസാരയും കൊടുക്കണത്തിന്. നാളെ കൊടുക്കാം, ഇന്നിട്ട് പഞ്ചസാരയൊന്നും കൊടുക്കാൻ കഴിയില്ല. ഒന്ന് കുത്തിക്കൊല്ലാനാക്കിയിട്ട് ഇതേപോലെ ഇത് കണ്ടില്ലേ, ഇതേപോലെ ഇട്ടിട്ട് ഇതിൻ്റെ അകത്ത് നമ്മൾ വെക്കുക ചെയ്യാം. ഇത് കണ്ടല്ലോ, ഇതുപോലെ ഇട്ടിട്ട് ഇതാ ഇതിനകത്താണ് തേൻ വെക്കുന്നത്. അതേപോലെ ഒരരുവിൽ വെക്കും. ഉണ്ടല്ലേ, ഇതിപ്പോൾ ഇതിൻ്റെ അകത്ത് ആക്കി കളയണത്തിന്. ഇത് കണ്ടല്ലോ, ഇതേപോലെ നമ്മൾ ഇരിക്കാനിങ്ങനെ ആക്കിയിട്ട് ഇതിനെക്കൊണ്ട് പുകയിരുന്ന് ഇതിനെക്കൊണ്ട് ആക്കിയിട്ട് വേണം കൊല്ലാൻ. ഇതിപ്പം കിട്ടിയാൽ ഇതാ ഇരുപത്തഞ്ഞിൻ്റെ അത്രേ പോകുന്നില്ല. വൈകുന്നേരം ആയതുകൊണ്ടാണ് കുറേ എല്ലാ ഈച്ചയും വന്നു വരുന്നുണ്ട്. കുറച്ച് രാവിലെ ആണെന്നുണ്ടല്ലോ എല്ലാം തീറ്റക്ക് പോയിട്ടുണ്ടാവും. രാവിലെ ഒരു 10 മണിയാകുമ്പോൾ നോക്കണം, എന്നാലേ ഇതെല്ലാം വൃത്തിയായിട്ട് എടുക്കാൻ കഴിയും. അന്നേരം ഈച്ച കുറയും, ഒരുപാട് കുറയും. വൈകുന്നേരം ആകുമ്പോഴേക്ക് ഒരുപാട് ഈച്ച ഉണ്ടാവും. അതില്ലേ, ഇതേപോലെ നമ്മൾ കെട്ടിക്കൊടുക്കണം. അതില്ലേ, ഇത് തന്നെ ഇതിലുണ്ട്, എന്നുണ്ട്. അതിൽ കടിക്കാൻ വരുമായിരുന്നു, കൊത്തു തന്നെ 5-6 കുത്തിയിട്ട് ഉണ്ടല്ലോ. ഉണ്ടല്ലേ, ഇതാത് കഷ്ടപ്പാട് കണ്ടാ. ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഈ തേൻ എടുക്കുന്നത്, അറിയില്ലേ. തേൻ എടുക്കൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പാടാണ്. ഇവർക്ക് പഞ്ചസാര കൊടുത്താലും പോരാ, വയ്യ ഇവരെ ഇത് കേൾക്കണം, തേച്ചും കൊള്ളണം. ഉണ്ടല്ലേ, ഇതേപോലെ ഇനിയിപ്പോൾ ഞാൻ ഇതിപ്പോൾ തേച്ച് കൊടുക്കുകയും
ഉണ്ടല്ലോ ഇതാ ഇതേപോലെ തന്നെ ഇതിങ്ങനെ മുറിച്ച് ചെത്തിക്കളയണം. ഓ കുത്തി 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 ഒരേ കുത്തിലാണ് ഇന്ന്. എൻ്റെ മുഖമല്ല നാളേക്ക് എന്തെല്ലാം ആകുന്നത് ദൈവത്തിനറിയാം. ഒരേ കുത്തലാണ് ഇതില്ലേ. ഇത് മുറിച്ചിട്ട് കുറച്ച് വെള്ളത്തിൽ കഴുകണം. ഇതിങ്ങനെ മുറിച്ച് കളഞ്ഞാൽ ഇത് പോകണ്ടേ. ഇത് പോകാൻ വേണ്ടി കുറച്ച് നമ്മൾ വെള്ളത്തിൽ കഴുകിയിട്ട് വേണം അങ്ങനെ കെട്ടാൻ. ഉണ്ടല്ലേ ഇതേപോലെ ഇതിൻ്റെ പുഴുവെല്ലുണ്ടല്ലോ, ഈ പുഴുവെല്ലിങ്ങനെ ചെത്തിക്കളയണം കേട്ടോ. ഈ പുഴു ഇങ്ങനെ ചെത്തിക്കളയും, ഇതേപോലെ ചെത്തിക്കളയും. എനിക്കിത് ആഴ്ചക്ക് നോക്കണം, അല്ലെങ്കിൽ ഉണ്ടല്ലോ തേച്ച് പേര് മേലോളെത്തി പോകും. ഉണ്ടല്ലേ ഇതേപോലെ ഇതുപോലെ ആക്കിയിട്ട് വെക്കണം. ഇതാണ് തേനീച്ചേൻ്റെ കഥ. തേനെടുക്കുന്നതിൽ കേട്ടിട്ട് ഭയങ്കര കഷ്ടപ്പാടാണ്. തേനെടുക്കാനാകുമ്പോൾ അത്ര എടുക്കണം. അറിയാതൊക്കെ ഇത് ഓരോ അറിഞ്ഞ് പല്ലണം പാടലെടുക്കുന്നതോടൊക്കെ നല്ല ശീലമായി പോയില്ലേ, അതുകൊണ്ട് അത്ര പ്രശ്നം ഉണ്ടാവില്ല. നമുക്കെല്ലാം ഈ ഒന്നിനെ കൊണ്ട് എടുക്കുന്നത് നമുക്കെല്ലാം എവിടെ ആവണ്ട്. എന്താ ഇതില്ലേ, ഇത് ഞാനിനി പൊട്ടിയിട്ട് കാണും. ഇതിപ്പോൾ കണ്ടല്ലോ നിങ്ങൾ. ഇതാ 3 എണ്ണം ഞാൻ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മേലെ കെട്ടി വെച്ച് മറ്റേ ഈച്ച ഒരുപാട് കുത്തി കൊല്ലാനാക്കി എൻ്റെ കയ്യും കാലും എല്ലാം വണ്ണം വെച്ചിട്ടുള്ളൂ. ഇത് കണ്ടാ ഇതേപോലെയാണ് കെട്ടുന്നത്. ഇനിയിപ്പോൾ ഒന്നും കൂടി ഇത് വെച്ച് കെട്ടു. പിന്നെ അതിൻ്റെ മേലെ ഒരു തട്ട് വെച്ചിട്ട് ആദ്യം കെട്ടു. അങ്ങനെയാണ് 4 കെട്ടുക. ഇപ്പം നിങ്ങൾ കണ്ടല്ലോ, ഇത് ഒത്തിരി ഉള്ളൂ. ഇനിയിപ്പോൾ ഞാൻ നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരും നന്ദി നമസ്കാരം. എല്ലാ മക്കൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. നന്ദി നമസ്കാരം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. എനിക്ക് പിന്നെ എന്താ വെച്ചാൽ നിങ്ങളെല്ലാവരും സപ്പോർട്ട് വന്നാൽ എനിക്ക് മുന്നോട്ട് പോകാനുള്ള വഴി. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാമെന്ന് എനിക്ക് പറയാനുള്ളത്. നിങ്ങളെല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. നന്ദി നമസ്കാരം. ഗുഡ് ബൈ. ടാറ്റ.